Ladies and gentlemen, please welcome His Eminence, Archbishop Kyriakos Mar Severios. May the grace of our Lord be with you all. UKKCA Convention 24 ഈ പബ്ലിക് മീറ്റിങ്ങിൽ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സിബി ഖണ്ഡത്തിൽ, അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്ന ശ്രീ ഗോപിനാഥ് മുതുക്കാട്, പ്രിയപ്പെട്ട അറോബി മേഖര, ജിയ ജിജോ, സെലീന സജീവ്, സാബു വലേ കത്തറ, കിഷോർ ബേബി, ഫിലിപ്പ് പനഥാനത്ത്, ജോയി പുളിക്കീൽ, റോബിൻസ് പഴുക്കായിൽ, ലൂബി മാത്യൂസ്, മാത്യു പുളിക്കത്തോട്ടി, സിറിൽ പരങ്കാല വെൽക്കം സ്പീച്ച് നടത്തി, പ്രയർ സോങ് നടത്തിയ പ്രിയ സഹോദരിമാര്, അനുഗ്രഹീതരായി ക്നാനായ കത്തോലിക്ക സമൂഹത്തിൻ്റെ അഭിമാന ഭാജനങ്ങളെ, ഇവിടെ നിന്ന് നിങ്ങളെ ഓരോരുത്തരെയും നോക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളെ ക്നാനായ സമൂഹത്തിൽപ്പെട്ടവരായ നാം ഓരോരുത്തരും, നിങ്ങൾ ഇതിലൊരു സുന്ദരിയെയും സുന്ദരനെയും എങ്ങനെ തിരഞ്ഞെടുക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ ഓർക്കുകയായിരുന്നു ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ ചുണ്ടൻ വള്ളങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിങ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ ഇരിക്കുന്നതിൽ സുന്ദരനും സുന്ദരിയും ആരാന്ന് ആളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ആ ഫോട്ടോ ഫിനിഷിങ് പോലെ ആരാണ് സുന്ദരൻ സുന്ദരി എന്ന് എടുത്തു പറയാനാവാത്ത വിധം എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാണ്. അത് ഇവിടെ നിന്ന് നോക്കിയെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ തന്നെ ഇപ്പോഴാണ് ഇവിടേക്ക് ഓഡിയൻസ് ഇരിക്കുന്നതിലേക്ക് ലൈറ്റ് ഓൺ ചെയ്തത്. അതിനു മുമ്പ് തന്നെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഇവിടെ കംപ്ലീറ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് വളരെ ഡാർക്കായിരുന്നു. ഈ ഡാർക്ക്നെസ്സിലും നിങ്ങളുടെ മുഖം വാസ്തവത്തിൽ ഞങ്ങൾക്ക് കാണാമായിരുന്നു. കാരണം ഹൈലി എക്സ്പെൻസീവായിട്ടുള്ള ഡയമണ്ട്സ്, അത് ഏത് അന്ധകാരത്തിൽ ഇരുട്ടിൽ കിടന്നാലും അത് അത്രമാത്രം ഗ്ലിറ്ററിങ് ആയതുകൊണ്ട് ആ ഡയമണ്ട് കണ്ടുപിടിക്കാമെന്ന് പറയുന്നത് പോലെ ഇരുട്ടത്ത് പോലും തിളങ്ങുന്ന മുഖമുള്ളവരാ നിങ്ങൾ ഓരോരുത്തരും. എത്രയും പ്രിയങ്കരായ ദൈവജനമേ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായ ചോദ്യങ്ങൾ, ഉത്തരം, അത് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുമാണ്. നമ്മുടെ ടീനേജേഴ്സ്, യൂത്തിനെ സംബന്ധിച്ച് ചോദിക്കാവുന്നതായ ഒരു ചിന്ത വരുന്നത്, അല്ലെ ആ ചിന്ത നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കേണ്ടത്, ഹൂ ആം ഐ? ഇത് ഓരോ ക്നാനായക്കാരനെ കുറിച്ചും ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഈ UKKCA ഓഫീസ് ബെയറേഴ്സ് പകർന്നു കൊടുക്കുന്നതിന് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വൈ ഷുഡ് ഐ ബി പ്രൗഡ് ഓഫ് ബീയിങ് എ ക്നാനൈറ്റ്? അതാണ് ഈ കുട്ടികളോട് നമ്മൾ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പറയുകയാണ്, ഹു ആർ അവർ ഫോർഫാദേഴ്സ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കുവാനായിട്ടാണ്
അത് എക്സ്പീരിയൻസ് ചെയ്യുവാനാണ്, അത് ഫീൽ ചെയ്യുവാനാണ് ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ നാം കൺവീൻ ചെയ്യുന്നത്. വീണ്ടും നമ്മൾ പറയുകയാണ്, ഒരു കുട്ടി ചോദിക്കുകയാണ്, വൈ ഷുഡ് ഐ അപ്ഹോൾഡ് ദ കനാനായ ട്രഡീഷൻ ഇൻടാക്ട്? അതാണ് അതിനുള്ള ഉത്തരമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അതോടൊപ്പം തന്നെ വാട്ട് ഈസ് മൈ റോൾ ഇൻ കീപ്പിംഗ് ദ ട്രഡീഷൻ ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്? ആ ചോദ്യത്തിൻ്റെയും ഉത്തരമാണ് ഇവിടെ നമുക്ക് ലഭിക്കേണ്ടത്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അപ്ഹോൾഡിംഗ് എൻഡോഗമി? എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഇവരോരോരുത്തരും ഇതിൻ്റെ ഭാരവാഹികളൊക്കെയും നമ്മുടെ എൻഡോഗമി പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ചും ജ്ഞാനായിത്വത്തെക്കുറിച്ചും പറഞ്ഞു. ഇതിൻ്റെ എല്ലാം ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മളുടെ ഉത്തരവാദിത്വം. ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അനുഗ്രഹീതരായവരെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ പ്രേ ദാറ്റ് all of you will have a blessed and fun time at this year's convention, that is 24. അതുകൊണ്ട് blessings to all of you in the holy name of our Lord and Savior Christ Jesus. തീർച്ചയായിട്ടും my beloved people of God, at the outset, I thank the organizers of this historic event for inviting me to address this Augustus Assembly. We share a common heritage and we are blood brothers, and that relationship is what keeps us together. I have once told you that we are like beautiful roses, lovely to see and having a great fragrance. People admire us and honor us, but if they attempt to pluck us from our roots, they are most likely to stung by the strength of our resolve and nerve, which is like a thorn to their greed എന്ന് ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അനുഗ്രഹീതരായവരെ, both Antioch and Rome are ancient patriarchal sees established in the line of succession of Saint Peter, chief of apostles. The very fact that the Cananaya community owes allegiance to these two ancient patriarchates shows the unity and brotherhood of the community in the orthodoxy of the apostolic church. We must all continue to work together in the spirit of unity and brotherhood to uphold our heritage and communion within our holy Catholic Apostolic Church as we recite in the Nicene Creed. We are Christians in true faith, and yet Jewish in our identity, our character and individuality. അനുഗ്രഹീതരായവരെ, ഒരിക്കൽ കൂടെ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ, ജ്ഞാനായത്വം എന്ന് പറയുന്നത് ഒരു ഭാരമല്ല. It is not a burden. പിന്നെയോ അത് ഭാഗ്യമാണ് എന്ന് നമ്മൾ അറിയണം. ജ്ഞാനായത്വം എന്ന് പറയുന്നത് അതേ സമയത്ത് തന്നെ not simply a privilege, but it is also a responsibility എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ യാഥാർത്ഥ്യമാണ്. നമ്മൾ എന്തുകൊണ്ട് എൻഡോഗമിയെ കുറിച്ച് പറയുമ്പോൾ ഈസ് ഇറ്റ് എ ഡിസ്ക്രിമിനേഷൻ എന്ന് നമ്മളോട് ചോദിച്ചാൽ ഉടനെ നമുക്ക് പറയാവുന്നതാണ്, നമ്മളുടെ ലൈഫ് പാർട്ട്ണറെ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതാണ്. അതൊരു ആക്സിഡൻ്റലായിട്ടുള്ള ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് എന്നൊന്നും നമുക്ക് പറയാനാവില്ല. നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്.
അതുകൊണ്ട് അതുമാത്രവുമല്ല, ഐ ബിക്കെയിം എ ക്നാനൈറ്റ് നോട്ട് ബൈ മൈ ചോയ്സ്. അതാണിത് ഡിവൈൻ സെലക്ഷനാണ് എന്ന് പറയുന്നത്. ലോകത്താർക്കെങ്കിലും ഒരു ക്നാനായക്കാരനായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാകുന്നില്ല. അപ്പോൾ ഐ ബിക്കെയിം എ ക്നാനൈറ്റ് നോട്ട് ബൈ മൈ ചോയ്സ്, ദെൻ ഹൂസ് ചോയ്സ്? അതാണ് വിഷയം. അവിടെയാണ് നമ്മൾ അറിയുന്നത് അവിടെ ഡിവൈൻ ഇന്റർവെൻഷൻ ഉള്ളത് കൊണ്ടാണ് അവിടെ നാം ക്നാനായക്കാരനായിട്ട് ജനിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ലൈഫ് പാർട്ട്ണറെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ബോധപൂർവം ആണെന്നുള്ള സത്യം നമ്മൾ ഓർക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മൾ ഇവിടെയൊക്കെയും കാണുന്നത്. എന്നാൽ ഇവിടെയുള്ള വേറൊരു വിഷയം, വി ആർ ആൻ എഥനിക് കമ്മ്യൂണിറ്റി ഫേസിങ് എ ലോട്ട് ഓഫ് ചലഞ്ചസ് ഇൻ ദിസ് ഫാസ്റ്റ് മൂവിങ് വേൾഡ്. നമ്മുടെ ഈ ടീനേജേഴ്സിനെയും, ദോസ് ഹു ആർ ഇൻ ദ പ്രൈം ഓഫ് ദെയർ ലൈഫ്, ദോസ് ഹു ആർ ഇൻ ദ സ്പ്രിങ് ഓഫ് ദെയർ ലൈഫ്, ആ യൂത്തിനെ എങ്ങനെയാണ് നമ്മളോട് ചേർത്ത് നിർത്തേണ്ടതെന്ന് നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും UKKCA പോലുള്ള ഓർഗനൈസേഷൻസ് അതിനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ട് ഈച്ച് വൺ ഓഫ് us must strive to overcome the hurdles by arranging community meetings, get-togethers with the help of the vicar, parishioners and the office bearers of our this kind of community organizations. Such a fellowship will bind us together in the love of Christ. ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ, നമ്മുടെ യൂത്തിനോട് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അത് മറ്റൊന്നുമല്ല, യെരൂശലേമേ യെരൂശലേമേ, നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. അതെങ്ങനെയാണ്? കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു എന്ന് പറയുന്നത് പോലെ ഈ ക്നാനായ സമുദായത്തിന്റെ വൈദികര്, മെത്രാന്മാര്, മറ്റ് ഓഫീസ് ബെയറേഴ്സ് എല്ലാവരുടെയും ചുമതലയാണ് പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം മറ്റാർക്കാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? മെത്രാനും വൈദികനും ആത്മായ പ്രമുഖരും എല്ലാവർക്കും അതിൽ തുല്യ പങ്കാളിത്തമാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ AD 345 മിഡിൽ ഈസ്റ്റിൽ നിന്ന് 72 കുടുംബം ക്നായി തോമായുടെയും മാർ യൗസേപ്പ് മെത്രാന്റെയും നേതൃത്വത്തില് വൈദിക സ്ഥാനികളോടുകൂടെ കടൽ മാർഗം നമ്മൾ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നവരാണല്ലോ. എനിക്ക് നിങ്ങളുടെ സ്നേഹത്തോട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്, നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം നാം ഈ മലങ്കരയിലെ സഭയിലേക്ക് ചെയ്തതായ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നമുക്കറിയാം. അതിനെക്കുറിച്ച് തുടർന്നുള്ളതായ പ്രാസംഗികരുമൊക്കെയും സംസാരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടേക്ക് നമ്മൾ കടന്നു വന്നത് വാസ്തവത്തിൽ അനുഗ്രഹീതമായ ഗോസ്പൽ പ്രീച്ചിങ്ങിന് വേണ്ടി ആണ് എന്നുള്ളത് നോ ഡൗട്ട് അറ്റ് ഓൾ. കാരണം അതല്ല എങ്കിൽ വിശുദ്ധ വേദപുസ്തകം, ഹോളി ബൈബിള്, സുറിയാനി ആരാധനക്രമം, സിറിയക് ലിറ്റർജി, അതോടൊപ്പം തന്നെ പുരുഷന്മാരും കുഞ്ഞുങ്ങളും ചേർന്ന് ഭാഷയറിയാത്ത ഒരു ദേശത്തേക്ക്, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് നമ്മൾ കടന്നു വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഏറ്റവും ഫോർ എ നോബിൾ കോസ്. നമ്മളിവിടെ കടന്നു വന്നത് ഏറ്റവും അനുഗ്രഹകരമായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ ക്നാനായ കുടിയേറ്റം കൊണ്ട് മലങ്കര സഭയ്ക്കുണ്ടായ നേട്ടങ്ങളെ എൻലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നോട്ട് 1 or 2 or 3 അതെത്രയാണെന്ന് നമുക്കറിയാം. അത് നമ്മുടെ കുഞ്ഞുങ്ങളോട് അവർക്ക് കൈമാറി കൊടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതായത് മലങ്കരയിൽ അന്നുണ്ടായിരുന്ന ക്രൈസ്തവര് അവര് ആലസ്യം വിട്ടുണർന്ന്
അവര് ശക്തിയോടെ വളർന്നു എന്നുള്ളതിന് കാരണക്കാര് ക്നാനായക്കാരാണ് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. വിശുദ്ധ വേദപുസ്തകം ഹോളി ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് മലങ്കരയിൽ പ്രചരിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചവരാണ് ഏർലി സെഞ്ചുറിയിലെ ക്നാനായ സമുദായ അംഗങ്ങൾ. നമ്മൾ അറിയപ്പെടുന്നത് വി ആർ സിറിയൻ ക്രിസ്ത്യൻസ്. സുറിയാനി ഈ ഇന്ത്യയിലെ ഭാഷയല്ലെന്ന് നമുക്കറിയാം. നമ്മൾ സുറിയാനി ആരാധനാക്രമങ്ങൾ ഇവിടെ നടപ്പിലാക്കിയത് വാസ്തവത്തിൽ ഈ ക്നാനായ സമൂഹമാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സഭകൾ സുറിയാനി സഭ എന്നറിയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ സുറിയാനി സഭ എന്നുള്ളത് സിറിയക് ലാംഗ്വേജ് സ്പോക്കൺ ബൈ അവർ Lord and Savior Jesus Christ, his mother Mary, Holy Mary, and his apostles. അവര് സംസാരിച്ച അറമിയായിക് ലാംഗ്വേജ് അത് തന്നെയാണല്ലോ സുറിയാനി എന്ന് പറയുന്നതിൻ്റെ ഡയലക്റ്റാണ്. അപ്പോൾ സുറിയാനി, നമ്മളൊക്കെ സുറിയാനിക്കാരെന്ന് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാര് ഈ മലങ്കരയിലെ ക്നാനായ സമൂഹമാണെന്ന് ഒരിക്കലും നമ്മൾ മറക്കരുത്. അതുകൊണ്ട് സുറിയാനി ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് ഇവിടെ വാസ്തവത്തിൽ വളരെയേറെ പ്രചാരമായി തീർന്നു. അതോടൊപ്പം തന്നെ ചെരമാൻ പെരുമാളിൽ നിന്ന് തുല്യം ചാർത്തപ്പെട്ട് കിട്ടിയ 72 പദവികൾ ഇവിടുത്തെ മറ്റെല്ലാ ക്രൈസ്തവർക്കും അനുകൂലമായി തീർന്നു. അതിനും ക്നാനായക്കാരാണല്ലോ കാരണമായി തീർന്നത്. ഞാൻ നമ്മുടെ ഈ കുറവിലങ്ങാട് നടന്നതായ നസ്രാണി പൈതൃക സമ്മേളനത്തിൽ അവിടെ ഉണ്ടായിരുന്ന സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പ് അന്നത്തെ ആലഞ്ചേരി പിതാവ് ഉൾപ്പെടെ അനേകം പിതാക്കന്മാർ ഇരിക്കുമ്പോൾ ഞാൻ തുറന്നു പറയുകയുണ്ടായി. വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിലോങ് ടു ഡിഫറെൻറ്റ് ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ബിഷപ്സ് എല്ലാം ഡയസിലിരിക്കുക. ഞാൻ പറഞ്ഞു, മാർത്തോമാ ശ്ലീഹ കഴിഞ്ഞ പാരമ്പര്യവും പൈതൃകവും മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾ പറയുന്ന, ഞാൻ ഉൾപ്പെടെ അംഗമായിരിക്കുന്ന ക്നാനായ സമുദായത്തിലെ അംഗങ്ങൾ ഇവിടേക്ക് കടന്നു വന്ന് യൗസേപ്പ് മെത്രാൻ, മോർ ജോസഫ് ഓഫ് എഡേസയിലെ യൗസേപ്പ് മെത്രാൻ, ആദ്യത്തെ മെത്രാനായി എപ്പിസ്കോപ്പസി ഇവിടെ അതിൻ്റെ പൂർണ്ണതയിൽ തുടക്കം കുറിച്ചത് ഈ ക്നാനായക്കാരല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തുടർന്നുള്ളതായ ഒരു മെത്രാന്മാര് പോലും അതൊരു ഡിസ്പ്യൂട്ടഡ് ആക്കുകയോ കോൺട്രവേഴ്സിലാകുകയോ ചെയ്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളാണ് എപ്പിസ്കോപ്പസിക്ക് ഇവിടെ തുടക്കം കുറിച്ചവരാ നമ്മൾ, യൗസേപ്പ് മെത്രാൻ. അതിനു മുമ്പ് ഏത് മെത്രാനെ കുറിച്ചാണ് നമ്മൾ കേട്ടിരിക്കുന്നത്? 4-ാം നൂറ്റാണ്ടിൽ നമ്മൾ വരുന്നതിന് മുമ്പ് 1-ാം നൂറ്റാണ്ട് മുതൽ ഒരു മെത്രാൻ്റെയെങ്കിലും പേര് ശരിയായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് പറയുവാൻ സാധിക്കുമോ? അതിൽ തന്നെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് അനുഗ്രഹീതരായവരെ. നമുക്കറിയാം ഈ വരാപ്പുഴ ആർച്ച് ഡയോസസ് ലാറ്റിൻ കാത്തലിക് ആർച്ച് ഡയോസസ് ഓഫ് വരാപ്പുഴ, ഈ വരാപ്പുഴ അതിരൂപതയിലെ അവിടുത്തെ കുറവിലങ്ങാട് കോട്ടപ്പുറം, അവിടെ നമുക്കറിയാവുന്നത് പോലെ അവിടെ ഉള്ള സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ചർച്ചിൻ്റെ അവിടുത്തെ ചാപ്പലെന്നോ കുരിശുപള്ളിയെന്നോ ഒക്കെ നമുക്ക് പറയാവുന്ന അവിടെ ഹോളി ഫാമിലി ചർച്ചിൽ അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. ക്നായിത്തോമായും യൗസേപ്പ് മെത്രാനും 72 കുടുംബങ്ങളും ഇവിടെയാണ് വന്ന് ലാൻഡ് ചെയ്തത് എന്ന് ലത്തീൻ കത്തോലിക്ക സഭയിൽ ആ ലാറ്റിൻ കാത്തലിക് ചർച്ച് ഹോളി ഫാമിലിയോട് ചേർന്ന് നമുക്ക് 2 കൂട്ടർക്കുമുള്ള നമ്മുടെ സിറിയൻ അല്ലെ ക്നാനായ കാത്തലിക്, ക്നാനായ സിറിയൻ, നമ്മുടെ 2 അതിരൂപതകൾക്കും ഈ മോണുമെന്റുകൾ അവിടെയുണ്ട്. അതിനോട് ചേർന്നുള്ള ആ പള്ളിയിൽ വലിയ സ്ലാബിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ ലത്തീൻ കത്തോലിക്ക സഭ വരാപ്പുഴ ആർച്ച് ബിഷപ്പാണ് ആ സ്ലാബ് ബ്ലെസ് ചെയ്തിരിക്കുന്നത്. അതും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുകയാണ് ക്നാനായക്കാരുടെ 72 കുടുംബം യൗസേപ്പ് മെത്രാന്റെയും ക്നായിത്തോമായുടെ നേതൃത്വത്തിൽ ഇവിടെയാണ് വന്നിറങ്ങിയെന്ന്.
ഇതിനേക്കാൾ കൂടിയ തെളിവെന്താ വേണ്ടത്? ഇറ്റ് ഈസ് എ കോൺക്രീറ്റ് എവിഡൻസ്. ജ്ഞാനായക്കാരല്ല അത് എഴുതി വെച്ചിരിക്കുന്നത്. ലത്തീൻ കത്തോലിക്ക സഭയുടെ ആർച്ച് ബിഷപ്പ് ആ സ്ലാബ് ബ്ലെസ് ചെയ്തതും അവിടെ എഴുതിയപ്പോൾ ഇതിൽ കൂടുതൽ എന്താ നമുക്ക് തെളിവ് വേണ്ടത്? നമ്മൾ ഇവിടേക്ക് കടന്നു വന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആണെന്നുള്ളത് അൺഡിസ്പ്യൂട്ടഡ് ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ കൊടുങ്ങല്ലൂരിൽ നമ്മുടെ മോണ്യുമെന്റ് കാണുവാനായിട്ട് പോകുമ്പോൾ നിങ്ങളൊക്കെയും അനേകരത് കാണുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു റിയാലിറ്റിയാണ്. നമ്മുടെ ആ കേരളത്തിലേക്കുള്ള ആ കടന്നുവരവ് അതൊരു വെറും ചരിത്ര യാഥാർത്ഥ്യമായിരുന്നു എന്ന് ഒരിക്കൽ പോലും നമ്മൾ മറന്നു പോകരുത്. അനുഗ്രഹീതരായവര് കാലാകാലങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തലമുറകൾ കൈമാറി പൈതൃകമായി നമുക്ക് ലഭിച്ച ആചാര അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും പൈതൃകവും അപങ്കരം തുടരുന്നതിന് വേണ്ടിയാണെന്ന് ഓർക്കുക ഈ UKKCA ഇതുപോലെയുള്ള കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ ഓർക്കുകയാ, ഇത് ഗ്രേറ്റ് ബ്രിട്ടനെ മാത്രമല്ല ദൈവത്തിൻ്റെ ജനമേ, ഈ ദിവസങ്ങളിൽ എൻ്റെ കൂടെ വന്ന ജ്ഞാനായ സിറിയൻ ആർച്ച് ഡയോസസിൻ്റെ ഈ ഇലക്റ്റഡ് സെക്രട്ടറിയായ TO എബ്രഹാം തോട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരൂടെ ഈ ഓഫീസ് ബെയറേഴ്സ് നിങ്ങളെ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങൾ കടന്നു വന്നതാണല്ലോ. അവിടെ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. ഇതേ സമയത്ത് തന്നെ ഇവിടെ അമേരിക്കയിൽ നടക്കുന്നതായ നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കാതലിക് കൺവെൻഷനിൽ എന്നെയും ഈ TO എബ്രഹാമിനെയും ക്ഷണിച്ചതാണ്. എന്നാൽ ഒരേ സമയത്ത് തന്നെ ഈ ദിവസങ്ങളിലാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലും ഗ്രേറ്റ് ബ്രിട്ടനിൽ ഇവിടെ മാഞ്ചസ്റ്ററിൽ ബർമിംഗ്ഹാമിൽ ഇവിടെ ഒരുപോലെ ഒരേ ഡേറ്റിൽ വന്നുകൊണ്ട് അല്ലെ അവിടെയും ഞങ്ങൾ സംബന്ധിക്കേണ്ടത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ ജ്ഞാനായ സിറിയൻ ആ ജ്ഞാനായ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയും ജ്ഞാനായ കാതലിക് കമ്മ്യൂണിറ്റിയും ഒന്നാണെന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ എങ്ങനെയാ പറയുന്നത്? കാരണം ഓസ്ട്രേലിയയിൽ നടക്കുന്നതായ ഓഷിയാന ജ്ഞാനായ കാതലിക് കൺവെൻഷനിൽ ഞാൻ എത്ര തവണയാണ് സംബന്ധിച്ചിട്ടുള്ളത് എന്ന് അറിയാവുന്നവർക്കറിയാം. നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കാതലിക് കൺവെൻഷനിൽ ഞാൻ എത്രയോ തവണ സംബന്ധിച്ചു. ഇവിടെ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷവും എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്. എന്നാൽ ഡ്യൂ ടു ഡിഫറെൻറ്റ് റീസൺസ് എനിക്ക് ഇവിടെ സംബന്ധിക്കാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ ജ്ഞാനായ കാതലിക് കമ്മ്യൂണിറ്റിയും ജ്ഞാനായ സിറിയൻ കമ്മ്യൂണിറ്റിയും നമ്മൾ വൺ ആൻഡ് ദ സെയിം. നമ്മളുടെ വി ഫീൽ ദാറ്റ് വൺനെസ്. അവിടെ ഒരു വ്യത്യാസവും കാണുന്നില്ല. അതുകൊണ്ടല്ലേ ഇവിടേക്ക് ഞങ്ങളെയൊക്കെയും ക്ഷണിച്ചത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ യഹൂദ പാരമ്പര്യങ്ങളും ക്രിസ്തീയ അന്തർധാരകളും നമുക്ക് ജ്ഞാനായ ആചാരങ്ങളിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടതായിട്ടുള്ള സത്യമാണ്. ആ സമയത്ത് തന്നെ ഞാൻ ഓർക്കുകയാണ്, ഈ നമ്മൾ വന്നതിന് ശേഷം നമ്മളുടെയൊക്കെ ആനപ്പുറത്ത് നടക്കാനുള്ള അവകാശം രാജാക്കന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളിൽ ആദ്യം ലഭിച്ചത് ജ്ഞായിത്വമായിരിക്കും അദ്ദേഹത്തിൻ്റെ അനുയായികളായ ജ്ഞാനായക്കാരായ നമുക്കുമാണെന്ന് ചരിത്രമാണ് ഘോഷിക്കുന്നത്. അതുപോലെ തന്നെ പല്ലക്ക് ഉപയോഗിക്കാൻ ക്രിസ്ത്യാനികൾക്ക് ആദ്യമായിട്ട് അനുവാദം ലഭിച്ചെങ്കിൽ അത് ജ്ഞാനായക്കാർക്കാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വീടുകൾക്ക് മേൽക്കൂരയുള്ള പടിപ്പുരകൾ അത് അലൗഡ് അല്ലായിരുന്നു, പെർമിറ്റഡ് അല്ലായിരുന്നു ക്രൈസ്തവർക്ക്. അതും നമുക്ക് അനുവദിച്ച് രാജാക്കന്മാരിൽ നിന്ന് നമുക്ക് അനുവദിച്ച് കിട്ടി. ഭവനങ്ങളിൽ അതുപോലെ തന്നെ പരവതാനികൾ വിരിക്കാനുള്ള അനുവാദവും ജ്ഞാനായക്കാർക്കാണ് ഈ മലങ്കരയിൽ കേരളത്തിൽ ഈ രാജാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചത് എന്നുള്ള സത്യവും നമ്മൾ മറക്കരുത്. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതായ മറ്റൊരു കാര്യം, ജ്ഞാനായ സമുദായ അംഗങ്ങൾക്ക് നയിക്കുവാനേ അറിയത്തുള്ളൂ, നയിക്കപ്പെടുന്നവരല്ല ജ്ഞാനായക്കാരെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ പറയട്ടെ. വി ആർ ഓൾവേസ് ദ ലീഡേഴ്സ്. അതാണ് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ കാലാകാലങ്ങളിൽ ഫ്രം ടൈം ടു ടൈം എത്രയോ മന്ത്രിമാര്, മിനിസ്റ്റേഴ്സ്, MP മാര്, MLA മാര്,
കാലാകാലങ്ങളിൽ നമ്മുടെ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ടും കാലാകാലങ്ങളിൽ എത്രയോ പേര് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് പറയുമ്പോൾ എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ കേരളത്തിലാണല്ലോ കൂടുതലായി നമ്മുടെ ആളുകളുള്ളത്. എന്നാൽ കർണാടക സ്റ്റേറ്റിൻ്റെ ആഭ്യന്തരമന്ത്രി സെക്കൻഡ് ഓൺലി ടു ചീഫ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ ആയിട്ട് പോലും KJ ജോർജ് കെളചന്ദ്ര ചിങ്ങവനം അദ്ദേഹം അങ്ങനെ സെർവ് ചെയ്തു. ഇന്നും അദ്ദേഹം മിനിസ്റ്റർ ഫോർ പവർ ആയിട്ട് കർണാടക സ്റ്റേറ്റിൽ ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഇത്രയും മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ടും നമ്മൾ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ നമ്മൾ ലീഡർഷിപ്പിലാണ് എല്ലായ്പ്പോഴും. അതിനെക്കുറിച്ച് നമ്മളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോൺ ക്നാനായിട്ടായ അന്തരിച്ചതായ ബാബു പോൾ IAS ഇന്ന് നമ്മളോടൊത്ത് പലപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS PhD അദ്ദേഹം ഡോക്ടർ അദ്ദേഹവും നമ്മളെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ ദൈവമേ, ഇങ്ങനെയുള്ള ഒരു ക്നാനായ സമുദായത്തിൽ ജനിക്കുന്നതിന് നീ അനുഗ്രഹിച്ചല്ലോ എന്ന് പറഞ്ഞ് അറിയാതെ നമ്മൾ നീൽ ഡൗൺ ചെയ്ത് we will make the sign of the cross and kneel down before our Lord Christ Jesus. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ എത്രയോ അദ്ദേഹത്തെ പോലെയുള്ള ഉന്നത വ്യക്തിത്വങ്ങളുടെ ആ ടോക്കുകൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് they are non canonites. അപ്പോഴാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരൊക്കെ അങ്ങ് ആചാരരാകുകയാണ് നമ്മളെ കുറിച്ച് പറയുമ്പോൾ അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ എല്ലായ്പ്പോഴും ലീഡേഴ്സായി നയിക്കുവാൻ മാത്രം ദൈവം അനുഗ്രഹിച്ച് നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ അതുകൊണ്ട് ഒരിക്കൽ പോലും പക്ഷേ മറ്റാരോടെങ്കിലും നമ്മൾ വളരെ അതോറിറ്റേറ്റീവായിട്ടോ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ അവരെ തരം താഴ്ത്തിയോ കാണുന്നവരല്ല. എല്ലാവരെയും സ്നേഹിക്കുന്നവരാണ്, സമൂഹത്തെ സ്നേഹിക്കുന്നവരാ. അതുകൊണ്ടാണല്ലോ ഒരു മിനിസ്റ്റർ MP MLA ഒക്കെ ആകണമെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്കേ ആകാനുള്ളൂ. പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവാ. അപ്പോൾ ഈ ഷുഡ് ബി ഓർ ഷീ ഷുഡ് ബി സോ പോപ്പുലർ. അതർവൈസ് എങ്ങനെയാണ് ഇലക്ട് ചെയ്യപ്പെടുന്നത്? അപ്പോൾ ഒരു കൊച്ചു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ന്യൂമറിക്കലി ഈവൻ ദോ വി ആർ ന്യൂമറിക്കലി സോ സ്മോൾ, എങ്ങനെയാണ് ഇവരെല്ലാം നമുക്കുണ്ടാകുന്നത്? അതാണ് നമ്മളിലെ നന്മയും അനുഗ്രഹവും. മനുഷ്യ സ്നേഹികളാണ് ക്നാനായക്കാരെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയ അനുഗ്രഹം ലഭിച്ചു. എന്തിനേറെ പറയണം, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഇത്രയും ഈ സ്റ്റേജിൽ ഡയസിലിരിക്കുന്ന ഇത്രയും ആളുകളിൽ ഒരേ ഒരു നോൺ ഗ്രാനായിട്ട് എന്ന് പറയുന്നത് ഗോപിനാഥ് മുതുക്കാട് മാത്രമാണ്. ഗോപിനാഥ് നമ്മൾ ഇത്രമാത്രം അദ്ദേഹത്തെ ഹോണർ ചെയ്യുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെ നമ്മൾ എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുക്കാട്, ജ്ഞാനായക്കാരായ ഞങ്ങൾ നല്ല മനുഷ്യരാ. അതായത് യു ആർ ദ വൺ ആൻഡ് ദ ഓൺലി നോൺ ഗ്രാനൈസ്, യു ആർ ഓൺ ദ ഡൈസ് എന്ന് പറഞ്ഞത് മറ്റേ നോട്ട് വിതൗട്ട് എനി ഡിസ്ക്രിമിനേറ്ററി ആ ഒരു സെൻസിലല്ല, ആസ് യു നോ. അപ്പോൾ ഞങ്ങൾ സ്നേഹിക്കേണ്ടവരെ മനുഷ്യ സ്നേഹികളാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളുടെ ആളുകൾ എത്ര MLA മാരും MP മാരും കോൺസിക്യൂട്ടീവായിട്ട് എത്ര പ്രാവശ്യം ഇലക്ട് ചെയ്യപ്പെട്ടു. ദേ മേ ബിലോങ് ടു ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ബട്ട് അതോർക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പറയട്ടെ, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം സ്നേഹത്തിൻ്റെ ഈ അനുഭവത്തിൽ ആയിത്തീരുവാൻ ദൈവം അനുഗ്രഹിച്ചു. ഇത് നമ്മുടെ ക്നാനായക്കാരുടെ തനിമയും അനുഗ്രഹവും പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. നമുക്ക് തുടർന്നുള്ളതായ ഇനിയും എത്രയോ നമുക്ക് പ്രൊസഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വെതറിൻ്റെ പ്രത്യേക സാഹചര്യത്തിലാണല്ലോ പബ്ലിക് മീറ്റിംഗ് ആദ്യമായിട്ട് ക്രമീകരിച്ച് അതെല്ലാം ഉള്ളതും ഈ സമയത്ത് ഞാൻ ഓർത്ത് എൻ്റെ വാക്കുകളെ 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഒരു കാര്യം, ഞാൻ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ആളുകൾ പൗരോഹിത്യത്തെ, മെത്രാന്മാരെയും വൈദികരെയും എന്തുമാത്രം സ്നേഹിക്കും. ഇവിടെ ഞാൻ കടന്നു വന്നപ്പോൾ തന്നെ ഓരോരുത്തർ സാധാരണ ബിഷപ്സിൻ്റെ കൈമുത്തുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കൈമുത്തി അത് കഴിയുമ്പോൾ പലരും എൻ്റെ 2 കവിളിലുമായിട്ട് കിസ് ചെയ്ത് ചുംബിച്ചു. അപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം ഓർത്തത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ സ്നേഹിക്കപ്പെട്ട് നമ്മുടെ ഒരു സഹോദരൻ എൻ്റെ കൈമുത്തിയതിന് ശേഷം
അദ്ദേഹം എൻ്റെ 2 കവിളുകളിലും ചുംബനം തന്നു. അപ്പോൾ ഈ ചുംബനം അല്പം നീണ്ടുപോയി. അപ്പോൾ അത് ആ ഒരു ഭവനത്തിൽ വെച്ച അവിടെ ഞങ്ങൾ പ്രേയറിനായിട്ടൊക്കെ പോയതാണ്. അത് കഴിഞ്ഞപ്പോൾ കുറേ അങ്കിളുമാരും ആൻറ്റിമാരും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ അങ്കിളും ആൻറ്റി എന്നൊക്കെ വിളിക്കുന്നെങ്കിലും വലിയ പ്രായമുണ്ടായിട്ടല്ലെങ്കിലും അവരുടെ അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് പറയട്ടെ. അപ്പോൾ ഇദ്ദേഹം എൻ്റെ ഈ കവിളിലെ ചുംബനം ഇങ്ങനെ അല്പസമയം മുന്നോട്ട് അല്പം കൂടെ പോയപ്പോൾ അവിടുന്ന് ഒരു ആൻറ്റി പറഞ്ഞു, തിരുമേനി അദ്ദേഹം ഈസ് എ മാരീഡ് മാൻ, വിവാഹിതന, ആള് മാറിപ്പോയി കാണുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ ഞാൻ പറഞ്ഞത് എന്തോ ഒരു വലിയ സ്നേഹമാണ്. അത് കഴിഞ്ഞിട്ടും അദ്ദേഹം തുടരുക. അപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെയാണ് ടൈറ്റ് എംബ്രേസിങ്. അപ്പോഴത്തേക്ക് ഉടൻ തന്നെ മറ്റൊരു അങ്കിള് അവിടെ നിന്ന് പറഞ്ഞു, പൊന്നു സഹോദര, ഇതിനൊക്കെ നമുക്ക് അല്പം സാവകാശപ്പെട്, നമുക്ക് സമയം ഇനിയും ഉണ്ടല്ലോ, അതുകൊണ്ട് കാരണം മാരീഡ് മാൻ ആണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇവിടെ വന്നപ്പോഴും നമ്മുടെ ആളുകൾക്ക് മെത്രാന്മാരോടും വൈദികരോടും ഈ പ്രീസ്റ്റ്ഹുഡിനോടുള്ള വലിയ സ്നേഹവും ആ താല്പര്യവും ബഹുമാനവും എന്നുമുണ്ട്. ആ സ്നേഹം കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നോർത്ത് അമേരിക്കൻ ക്നാനായ കാതലിക് കൺവെൻഷനിലും ഓഷ്യാന ക്നാനായ കൺവെൻഷനിലും ഗ്രേറ്റ് ബ്രിട്ടനിലെ ക്നാനായ കൺവെൻഷനിലും ഞങ്ങളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അത്രമാത്രം മനസ്സിൻ്റെ ഇഴയെടുപ്പമാണ് ക്നാനായക്കാരെ സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്നോട് ചില ആളുകളെങ്കിലും ചോദിച്ചു, ഇവിടെ ഇത് കോട്ടയം അതിരൂപതയുടെ ദൈവജനമായി ഇവിടെ കൂടുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഏതെങ്കിലും മറ്റൊരു മെത്രാപ്പോലീത്തയുടെ ആ സ്ഥാനങ്ങളും അല്ലെങ്കിൽ അധികാരങ്ങളും ഒന്നും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. UKKCAയുടെ വലിയ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏകദേശം 60ഓളം അപ്രോക്സിമേറ്റ്ലി ഓൾമോസ്റ്റ് 60 യൂണിറ്റ്സ് നമുക്കിവിടെയുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ പല ക്നാനായ കാതലിക് മിഷൻ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ തുടർന്നും നമ്മുടെ ഇങ്ങനെയുള്ളതായ ഈ പ്രവർത്തനം കൊണ്ട് നമുക്ക് നേടേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്നത് കോട്ടയം അതിരൂപതയുടെ മെത്രാൻ അദ്ദേഹം പറഞ്ഞാൽ അത് നടന്നിരിക്കണം. അത് കോണ്ടിനെന്റൽ, ഇറസ്പെക്റ്റീവ് ഓഫ് കോണ്ടിനെന്റ്, അത് UK ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും ഈ ക്നാനായ കത്തോലിക്ക സഭയുടെ രൂപതാധ്യക്ഷൻ പറയുക, ഇന്ന പുരോഹിതനെയാണ് ഈ ക്നാനായ കാതലിക് മിഷനിലേക്ക് ലോകത്തിൻ്റെ എവരി നുക്ക് ആൻഡ് കോർണർ ഓഫ് ദ വേൾഡിൽ അയച്ചാൽ അത് അയച്ചതായിരിക്കണം വേറൊരാളുടെ അതിൻ്റെ സമ്മതമോ അവരുടെ പ്രത്യേകമായ അനുവാദമോ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തിനാണ് കോട്ടയം രൂപതയുടെ മെത്രാൻ തൻ്റെ തന്നെ ദൈവജനത്തിന് അവരെ സെർവ് ചെയ്യുവാനായിട്ട് ഒരു പുരോഹിതനെ അയക്കുമ്പോൾ മറ്റൊരു മെത്രാന്റെ ആശീർവാദവും അനുവാദത്തിനും വേണ്ടി കാത്തിരിക്കരുതേ എന്നുള്ളതാണല്ലോ UKKCയുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് സെവേറിയോസ് എന്ന നാമമുള്ള ക്നാനായ മെത്രാനായി ക്നാനായ സമുദായത്തിൽ ജനിച്ച ഞാൻ നിങ്ങളോടുകൂടി എന്നുമെന്നും ഐ വിൽ ബി ഓൾവേസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യു. അതേസമയം ഇവിടുത്തെ സാക്രമെന്റ്സ്, ഹോളി മാസ്, ഹോളി യൂക്രിസ്റ്റ്, അതിലേക്കൊന്നും ഞാനോ അല്ലെങ്കിൽ ക്നാനായ സിറിയൻ കമ്മ്യൂണിറ്റി ഡയോസസോ ആർച്ച് ഡയോസസോ ഇന്റർവീൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ലിറ്റർജി ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഡിഫറെന്റ് വൺ. നമ്മുടെ ഹോളി മാസ് അതിനെ തക്സാന്ത് നമ്മൾ പറയും, അനാഫറോ, ആ അനാഫറോയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ക്നാനായ സിറിയൻ ഈ അതിരൂപത അതിലേക്ക് ലയിച്ചു ചേരുവാൻ വേണ്ടി അല്ല ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പറയുന്നത് കോട്ടയം രൂപതയുടെ അധ്യക്ഷൻ ക്നാനായ കാതലിക് കമ്മ്യൂണിറ്റിയുടെ തലവൻ പറയുന്നത് വേറൊരു മെത്രാന്റെയും മുമ്പിൽ തലകുനിക്കാതെ ഈ കമ്മ്യൂണിറ്റിയിൽ ഈ അതിരൂപതയിൽ നടക്കണമെന്നാണ് ഞാനും പറയുന്നത്. So I am always with you and I will be with you. അത് മാത്രമാണ് എൻ്റെയും ആഗ്രഹം.
ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ടി.ഒ. എബ്രഹാം തോട്ടത്തിൽ നിങ്ങൾക്കറിയാം, കോട്ടയം വിൻസോർ കാസിൽ ഹോട്ടലിൻ്റെ ഓണറാണ് അദ്ദേഹം ജ്ഞാനായ സമുദായത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പം ഞങ്ങൾ അവിടുത്തെ ജ്ഞാനായ കമ്മിറ്റി കൂടുമ്പോൾ ഞങ്ങളെപ്പോഴും ഈ കോട്ടയം രൂപതയെക്കുറിച്ചും അതുപോലുള്ള കൺസേണാണ് ഞങ്ങൾക്കും. കാരണം നമ്മൾ ഒന്നാണ്, അതിൽ ആർക്ക് ക്ഷതം സംഭവിച്ചാലും അത് എല്ലാവർക്കും കൂടിയാണ്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ അത് സാധിക്കുകയില്ല. ഇവിടെ ഇങ്ങനെയുള്ള ഒരു വിഷയത്തോട് ചേർന്ന് നമ്മുടെ ഗ്രാനായിട്ട് നോൺ ഗ്രാനായിട്ട് വിഷയം വന്നപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓഫീസ് ബെയറേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. ഇവിടെയുള്ള പ്രത്യേകിച്ച് നമ്മളുടെ ഈ പ്രിയപ്പെട്ട സിബി കണ്ടത്തിൽ തന്നെ ഞാനിത് എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ട് വന്നപ്പോൾ പറഞ്ഞു, സന്ദീപ് താമരപ്പള്ളി കലിശ്ശേരി തിരുവല്ല, അദ്ദേഹം ഒരു കേസിൽ നമ്മുടെ ജ്ഞാനായ സിറിയൻ നമ്മുടെ രൂപതയിലെ അതിരൂപത അല്ലെ ആർച്ച് ഡയോസസിൽപ്പെട്ട അദ്ദേഹം ഒരു കേസ് വാദിച്ച് ഈ ജ്ഞാനായ കാതലിക് കമ്മ്യൂണിറ്റിയിലെ ജ്ഞാനായ നോൺ ജ്ഞാനായ വിഷയത്തില് ആ കേസ് വിജയിച്ചതിനെ കുറിച്ച് ഈ സിബി എന്നോട്, നിങ്ങളുടെ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞു, സേവേറിയോസ് തിരുമേനി, അങ്ങയുടെ അതിരൂപതയിലെ വ്യക്തിയായ സന്ദീപ് താമരപ്പള്ളി, അദ്ദേഹത്തിൻ്റെ ഫോർഫാദേഴ്സൊക്കെ ഇന്ത്യൻ സുപ്രീം കോടതി ജഡ്ജിയായി റിട്ടയർ ചെയ്തതാണ്. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ അദ്ദേഹം കേസ് വാദിച്ച് ഈ ജ്ഞാനായ കത്തോലിക്ക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വലിയൊരു നന്മ ചെയ്തത് അതിനു മുമ്പ് പലരും അത് ശ്രദ്ധിച്ചിട്ടും ഇദ്ദേഹം ഒരു അൽമായന, ഈസ് എ ലേമൻ. അദ്ദേഹത്തെ ജഡ്ജി മുനിസിഫ് അടുത്ത് വിളിച്ചിട്ട് ചേംബറിൽ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ വൈദിക തിയോളജിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടോ, നിങ്ങൾ പ്രീസ്റ്റ്ഹുഡിന് വേണ്ടി പോയിട്ടുള്ളയാളാണോ? അദ്ദേഹം പറഞ്ഞു, ഐ ആം സിംപ്ലി എ ലേമൻ. അങ്ങനെയുള്ള വലിയ, ഞാൻ എന്തിനാ അത് പറഞ്ഞെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ പൂഴ്ത്തുവാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ അൽമായര് വിചാരിച്ചാൽ ജ്ഞാനായ കത്തോലിക്ക സമുദായത്തിൽ പലതും സംഭവിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഈ ജ്ഞാനായ കത്തോലിക്ക സമുദായത്തിലും ഞാൻ ഉൾക്കൊള്ളുന്നതായ, ഞാൻ അതിനെ മാത്രം ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയും, ഞാൻ ശുശ്രൂഷിക്കുന്ന, സെർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ജ്ഞാനായ സമൂഹത്തിലും അങ്ങനെ തന്നെ നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ളത് അൽമായ പ്രമുഖരുടെ റോള് ഏറ്റവും വലുതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള വലിയ സന്തോഷം പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളെയൊക്കെ, ഞാൻ താമസിക്കുന്നത് നിങ്ങൾക്കറിയാം, കോട്ടയം നത്രാസന അരമനയിൽ നിന്ന് അതേ കോട്ടയം മുനിസിപ്പാലിറ്റിക്കുള്ളിലാണല്ലോ ചിങ്ങവനത്താണല്ലോ താമസവും. നമ്മുടെ 2 അരമനകളും ആർച്ച് ബിഷപ്പ് ഹൗസുകൾ രണ്ടും 100-ൽ പരം വർഷം പഴക്കമുള്ളതാ 2 അരമനകളും നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാം മോസ്റ്റ് വെൽക്കം ടു ചിങ്ങവനം ഈ ജ്ഞാനായ അരമന. ദ ഡോർ ഈസ് ഓൾവേസ് ഓപ്പൺ ഫോർ യു. മേ അവർ ഗുഡ് ലോർഡ് ബ്ലെസ് all of us. ഞങ്ങൾക്ക് വേണ്ടി we pray for us too.